ദേശീയപാത എടായിക്കൽ പ്രദേശത്ത് ബീവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുദ്ദീൻ പൊന്നങ്കോട് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമരസമിതി ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരന്തരം സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇരിക്കാൻ ഇവിടെ ഇതിൻ്റെ പ്രയാസകരമായ ബുദ്ധിമുട്ടുകൾ, ഈ പ്രദേശം നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖലയാണ്. ഈ 6 മാസത്തിനിടയ്ക്ക് നിരവധി അപകടങ്ങളും 2 മരണവും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് ആളുകൾ ദിനേന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. പരിസരത്തുള്ള ആരാധനാലയങ്ങൾ, അതേപോലെ തന്നെ വിവാഹ മണ്ഡപങ്ങൾ, മറ്റ് നിരവധി സ്ഥാപനങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്നതിൻ്റെ മീറ്ററുകൾക്കകത്താണ് ഇത്തരത്തിൽ ഈ ബിവറേജ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനകീയമായ രീതിയിൽ ഇതിലൊരു പ്രക്ഷോഭത്തിലാണ്. ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത്, ഈ പ്രദേശം നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖലയായതുകൊണ്ടും അതേപോലെ തന്നെ വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും ഈ സ്ഥാപനം ഇവിടുന്ന് മാറ്റി മറ്റേതെങ്കിലും ഒഴിഞ്ഞൊരു പ്രദേശത്തേക്ക് മാറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, വിദ്യാർത്ഥികളടക്കം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖല. പിന്നെ ഈ പരിസരത്തുള്ള ആളുകൾ, നിരവധി വീടുകൾ ഇതിൻ്റെയൊക്കെ പരിസരത്തുണ്ട്. സ്ത്രീകൾക്കൊക്കെ പ്രയാസകരമായ രീതിയിലാണ് ഇത്തരത്തിൽ ഉൾപ്രദേശങ്ങൾ മദ്യപന്മാരുടെ ശല്യം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള ബിവറേജിൽ നിന്നും വാങ്ങിച്ച് ഇതിൻ്റെ പരിസരത്ത് വന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതടക്കം നിരവധി തവണ പ്രയാസം ഞങ്ങൾ അധികാരികളെ അറിയിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഇത്തരത്തിലൊരു സ്ഥാപനം വരുമ്പോഴുള്ള പ്രയാസം ഈ നാട്ടുകാർ ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ജനകീയമായ തരത്തിലുള്ള ഈ സമര പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അധികാരികൾ ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പുതുതായി ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന ബീവറേജിൻ്റെ എതിരെ ഇതിൻ്റെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി ഇവിടെ നമ്മളൊരു എടായിക്കൽ കൂട്ടായ്മ എന്ന രീതിയിൽ തുടങ്ങിയതാണ്. അതിനോടനുബന്ധമായി ഏകദേശം 12 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഔദ്യോഗികമായിക്കൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ഒരു ഔദ്യോഗിക അപേക്ഷകൾ നമ്മൾ നൽകുകയുണ്ടായി. അതിൽ ആ രീതിയിൽ അധികാരികളിൽ നിന്ന് ഒരു അനുകൂലമായൊരു പ്രതികരണം ലഭിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ഇതിൽ എക്സൈസ് വകുപ്പിൻ്റെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മറ്റു ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഇതിനോട് സഹകരിക്കുന്ന, ഇവിടെ ഇത് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജനകീയമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ചെമ്പാറ പഞ്ചായത്തിലെ എടായിക്കൽ പ്രദേശത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെയുള്ള ജനകീയ സമരസമിതി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷോഭത്തിലാണ്. ദേശീയപാത കടന്നു പോകുന്നതിൻ്റെ സമീപത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഔട്ട്ലെറ്റ് വന്നു കഴിഞ്ഞാൽ ധാരാളം അപകട മരണങ്ങൾ ഇവിടെ സംഭവിക്കാനിടയുണ്ടെന്നും അതുപോലെ തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളുടെ ആ ഒരു ദൂരപരിധി അടക്കം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാപനം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ധാരാളം വിദ്യാർത്ഥികൾ കാൽനടയായി തച്ചമ്പാറ ദേശബന്ധു കാര്യ സെക്രട്ടറി സ്കൂളിലേക്ക് നടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ് ഇത്. ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ അധികാരികൾ ഈ സ്ഥാപനം ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ സ്ഥലത്തു നിന്നും മാറ്റി സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജനകീയ സമിതി കൺവീനർ മുഹമ്മദ് അലി ബുസ്താനി അധ്യക്ഷനായി. ദേശീയപാതയിൽ അടിക്കടി വാഹനാപകടങ്ങൾ സംഭവിക്കാറുള്ള പ്രദേശമാണ് എടായിക്കൽ. ഈ ഭാഗത്തെ ബീവറേജസ് ഔട്ട്ലെറ്റ് വരുന്നതോടുകൂടി വാഹനത്തിരക്ക് വർദ്ധിക്കുകയും വാഹനാപകടങ്ങളുടെ സാധ്യത കൂടുകയും ചെയ്യും. കൂടാതെ ആരാധനാലയങ്ങൾ, വിദ്യാലയങ്ങൾ എന്നിവയും സമീപത്തായുണ്ട്. അതിനാൽ ബീവറേജസ് ഔട്ട്ലെറ്റ് ഇവിടെ തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. പി ജയരാജ്, സലാഹുദ്ദീൻ, എൻ രതീഷ്, എം കുഞ്ഞുമുഹമ്മദ്, ഗോപാലകൃഷ്ണൻ, സുനിൽ എന്നിവർ സംസാരിച്ചു.